സർവമായ മൂവി കാണാനായിട്ട് അങ്ങനെ ഞങ്ങളും പോയിട്ടോ. എനിക്ക് കോമഡി മൂവീസാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് പിന്നെ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊരു ഹൊറർ മൂവിയാണല്ലോ, അതുകൊണ്ട് കിടക്കട്ടെ കുറച്ച് ഹൊറർ എഫക്റ്റ്. എങ്ങനെയുണ്ട്? നിവിൻ പോളി അജു വർഗീസ് കോമ്പിനേഷൻ കാണാനായിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ആ കാര്യത്തിലൊട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. പക്ഷെ പടം പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി. പെട്ടെന്ന് ടൈം പോയി, ഇത്ര പെട്ടെന്ന് പടം തീർന്നു, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ തോന്നിപ്പോയി. പിന്നെ ജനാർദ്ദനൻ ചേട്ടൻ്റെയും റിയ ഷിബുവിൻ്റെയും ഒക്കെ പെർഫോമൻസ് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നല്ല ഭംഗിയുള്ള വിഷ്വൽസ് ഉണ്ടായിരുന്നു, നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ വലിയ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു ലൈറ്റായിട്ടുള്ള പടം, കുറച്ച് കോമഡിയും കുറച്ച് ഇമോഷൻസും കുറച്ച് സെൻറ്റിമെൻറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കുട്ടി പടം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അഖിൽ സത്യൻ ആസ് യൂഷ്വൽ ഒരു സത്യനന്ദിക്കാട് ജോണറിലുള്ള ഒരു നാട്ടിൻപുറവും തറവാടൊക്കെയുള്ള ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് തന്നിട്ടുള്ളത്. നിവിൻ പോളിയുടെ ഒരു കംബാക്ക് മൂവി തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ പുള്ളിയുടെ ചില എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ക്ലാസിക് എക്സ്പ്രഷൻസ്, അതൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ജനാർദ്ദനൻ ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ചില ഡയലോഗ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യും. മൂവി കണ്ടവർ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.